രണ്ടുപേരെ ഇനി തട്ടാനുണ്ട്. ഞാൻ തട്ടിയിട്ട് ഞാൻ മരിക്കുള്ളൂ കണ്ട പുള്ളി പോയത് പറഞ്ഞു. അത് ആരൊക്കെയാണെന്ന് പറഞ്ഞു? അതൊന്നും എനിക്കറിയില്ല. എന്താണ് കാരണം? എന്താണ് കാരണം എന്താ ഏട്ടാ, അയാളുടെ മുൻ വൈരാഗ്യം എന്നാണ് പറയുന്നത്. അയാളുടെ എന്താണ് വളർച്ച. അയാളിപ്പോൾ പെട്ടെന്ന് വീട് വെച്ചു, പിന്നെ മോളെ കെട്ടിച്ച് കൊടുത്തു. ഇങ്ങനെ ഒരു എന്താ പറയുക, അതിൻ്റെ വളർച്ച താത്താൻ വേണ്ടി തൊട്ട വീട്ടുകാർ എന്തൊക്കെ ചെയ്തു എന്നൊക്കെയാണ് പുള്ളി എന്നോട് പറയുന്നത്. ജയിലിൽ കിടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നോ? ജയിലിൽ കിടന്ന കാര്യമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. ഒരു 3-4 വർഷമൊക്കെ ഞാൻ കിടന്നിട്ടുണ്ടാ എന്ന്. അപ്പോൾ ഞാൻ എന്താ കാരണം ചോദിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇനി ഒന്നിനെ തട്ടിയിട്ട് ഇനി രണ്ടും കൂടി തട്ടാനുണ്ട്. അത് തട്ടിയിട്ട് ഞാൻ മരിക്കും എന്ന് വേണ്ട പുള്ളി ഇവിടെ പോയത്. ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ ഒരു ശ്രമം നടത്തിയിരുന്നു ഞങ്ങൾ. ഞാനൊക്കെ പിന്തിരിപ്പിക്കാൻ നമ്മൾ പറഞ്ഞാൽ അതൊന്നും അയാൾ ഉൾക്കൊള്ളില്ല. അയാളുടെ ഒരു ഒരു പ്രത്യേക മൈൻഡാണ്. ഇപ്പം ഞാൻ സംസാരിക്കും മാരിയില്ല അയാളുടെ മൈൻഡ്. അയാൾക്കൊരു പ്രത്യേകതരം ക്യാരക്ടറാണ്. എന്താ വെച്ചാൽ ഒരു കൊട്ടേഷൻ ടീമുകളോട് സംസാരിക്കുന്ന പോലെയാണ് പുള്ളി സംസാരിക്കുന്നത്. അതുകൊണ്ട് അധികം കമ്മിറ്റ്മെൻ്റ് ഒന്നും നമ്മൾ വെക്കാറില്ല. എന്താ പോലീസ് എന്താണ് നിങ്ങളോട് പറഞ്ഞത്? പ്രത്യേകിച്ച് ഈ ഫോൺ അടക്കം ഈ അന്വേഷണത്തിൽ എന്താണ് പറഞ്ഞത്? അന്വേഷണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അങ്ങനെ ചന്താമൻ്റെ എങ്ങനെ ബന്ധം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നമ്പർ കോറിയിൽ വന്നുള്ള ബന്ധമാണ് സാർ, അല്ലാതെ വേറെ എനിക്കൊരു ബന്ധമൊന്നും അറിയില്ല. അപ്പോൾ അയാൾ നമ്പർ കേട്ടപ്പോൾ എനിക്ക് നമ്പർ ഞാൻ സേവും ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ അയാൾ ഈ ജോലി സമയത്തുള്ള ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഈ വിളിക്കലും പറയൽ മാത്രമേ ഉള്ളൂ. സേവ് ചെയ്താലേ അവർ നമ്പർ അറിയുള്ളൂ. അതുകാരം കൊണ്ട് ഞാൻ സേവ് ചെയ്യാറില്ല. ചേട്ടാ, ഇവിടെ ഉള്ള സമയത്ത് തന്നെ അയാളുടെ സ്വഭാവ രീതികൾ വളരെ വ്യത്യസ്തമാണെന്നൊക്കെ പറഞ്ഞല്ലോ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്തായിരുന്നു ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? ഇവിടെ ഒന്നും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ തുടക്കലേ പറഞ്ഞില്ലേ, ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ വാക്ക് തർക്കമല്ലാതെ പിന്നെ ഇവിടെ ആരും കൊണ്ട് ഒന്നും തർക്കിച്ചും ഇല്ല. അയാളുടെ സംസാരം ശരിയല്ല, അത്ര തന്നെ. ഇപ്പം നിങ്ങളോട് ഞാൻ സംസാരിക്കുമാരില്ല അയാളുടെ സംസാരം. ഇപ്പം നിങ്ങളിപ്പോൾ അയാളോട് സംസാരിക്കുന്നതായിരിക്കില്ല പ്രകൃതം. ഒന്ന് പറഞ്ഞാൽ രണ്ടിൽ അയാളത് നമ്മൾ ഒരാളിനെ ഫിനിഷ് ചെയ്യുന്ന മാതിരിയുള്ള അയാളുടെ സംസാരം. അതാരം കൂടെ അധികം കമ്മിറ്റ്മെൻറ്റ് ഞാൻ വെക്കാറില്ല. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞാൻ പോകും, അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അയാൾ പോകും. പിന്നെ അയാൾ പുലർച്ചയ്ക്ക് 4 മണിക്ക് 4:30 കുളി കഴിഞ്ഞിട്ടൊക്കെ ഇയാൾ ഒറ്റയ്ക്ക് പോകും കോറിയിലേക്ക്. കോറി ഓപ്പൺ തുടങ്ങുന്നത് 6 മണിക്കാണ്. അപ്പം ഞാനൊരു 5:45 ഞാൻ വരുള്ളൂ. ഞാൻ വരുമ്പോഴേക്കും പുള്ളി ചായയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ അയാൾ അങ്ങനെ കോറിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പോയി നടക്കും. ഈ ഒറ്റയ്ക്ക് അയാൾ എപ്പോഴും നടക്കുള്ളൂ, ആരോടും അധികം സംസാരിക്കില്ല. എന്താണെന്ന് ചോദിച്ചാൽ അയാൾ പറയും, എൻ്റെ കാര്യം നീ ഇടപെടേണ്ട പറയും. അതോടെ ഞാൻ പിന്നെ അയാളോട് അധികം സംസാരമൊന്നുമില്ല. ഈ കോറിയിൽ ആരുമില്ല അയാളോട് അധികം കമ്മിറ്റ്മെൻറ്റ്. രണ്ടുപേരെ കൊല്ലും എന്ന് നിങ്ങളോട് പറഞ്ഞല്ലേ? അത് പറഞ്ഞത് ഉള്ള സത്യ. അയാൾ അത്രയും മനസ്സ് വേദനിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്. ഇനി ഞാൻ ജീവിക്കടാ, ഞാൻ മരിക്കുകയാണെങ്കിൽ രണ്ടുപേരെ തട്ടിയിട്ട് ഞാൻ ചാവുകൊള്ളുന്ന പുള്ളി പറഞ്ഞ ആവശ്യം പോയത്. അത്രമാത്രമേ നമുക്കറിയുള്ളൂ. ആരെയും എന്തിനും നിങ്ങൾ ചോദിച്ചില്ലേ? ഞാനത് ഒന്നും ചോദിച്ചില്ല. ചോദിച്ചാൽ അയാൾ ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് തുടക്കത്തിൽ പറഞ്ഞല്ലോ എൻ്റെ കാര്യങ്ങൾ, പിന്നെ നീ അറിഞ്ഞറിഞ്ഞ എന്നോട് ചോദിക്കല്ലേ. എൻ്റെ ജീവിതം തകർത്തവനെ ഞാൻ തട്ടും, എന്നിട്ട് ചാവുകൾ വേണ്ട പോയത്. ജീവിതം തകർത്തവനെ? അതെ. അയൽക്കാരനാന്നും പറഞ്ഞു? അയൽക്കാരാണ്. കാരണം നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? കാരണം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പെണ്ണ് തട്ടി പറഞ്ഞില്ലേ, 2019 തട്ടി പറഞ്ഞില്ലേ, അതേ കുടുംബത്തിലെ ഇനി 2 കൂടി ഉണ്ട്, അതിനും കൂടി ഞാൻ തട്ടിയിട്ട് മരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയ പുള്ളി. 2019 കൊലപ്പെടുത്തി അതേ വീട്ടിലെ 2 പേരെ കൂടെ കൊല്ലുമെന്ന് പറഞ്ഞു. അതെ, എന്നിട്ടാണ് പോയതാണ്. ചേട്ടൻ എന്നിട്ട് ഈ കാര്യങ്ങൾ വേറെ ആരോടും പറഞ്ഞിരുന്നു അറിഞ്ഞിട്ട്? ഞാൻ ആരോടും പറഞ്ഞില്ല, ഇതൊന്നും ആരോടും പറഞ്ഞില്ല. അതെ. പുള്ളി പറഞ്ഞതുപോലെ തന്നെ അവിടെ ചെന്ന് 2 പേരെ കൊലപ്പെടുത്തി എന്നറിഞ്ഞപ്പോ രാഹുൽ ഈ കേസിന്റെ മുൻപോട്ടുള്ള പോക്കിലൊക്കെ വളരെ പ്രധാനപ്പെട്ട വഴിത്തിരികാവുന്ന പ്രതികരണമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കണം, കാരണം രാഹുൽ അതായത് തട്ടി 2 പേരെ കൂടി ഞാൻ തീർത്ത ശേഷം ഞാൻ മരിക്കും, ആ രീതിയിലുള്ള പ്രതികരണം അല്ലാതെ വേറെ ഒന്നുമില്ല. സാധാരണ രീതിയിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യമായ രീതിയിൽ എടുത്തില്ല എന്നുള്ളതാണ്. അത് 2 പേരെ എന്തായാലും കൊലപ്പെടുത്തും താൻ മരിക്കുന്നതിന് മുൻപ് എന്നാണ് പറഞ്ഞത്. അതെ. ഞാൻ മരിക്കുന്ന മുമ്പ് 2 പേരെ തട്ടുന്നാ പറഞ്ഞത് പുള്ളി. മണികണ്ഠൻ പറഞ്ഞ 1-2 പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ വന്നപ്പോൾ മുതൽ മരിക്കുന്നതിന് മുമ്പ് 2 പേരെ കൊല്ലും എന്തായാലും ഉറപ്പിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിനോട് പറഞ്ഞു, എന്തിനാ വയസ്സുകാലത്ത് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ഒന്നിനെ അറിയാണ്ട് കൈവാത്തം പറ്റി, അതിന് ശിക്ഷ നിങ്ങൾ അനുഭവിച്ചില്ലേ, പിന്നെ എന്തിനാ ചെയ്യാനായിട്ടപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കുടുംബം തകർത്തവന്നെ ഞാൻ 2 കൂടി ഉണ്ട്, അതും കൊടുത്ത് പപ്പൂസിന്റെ ചന്താമാരി ചാവുകൾ വേണ്ട പോയത്. പിന്നെ ഇപ്പം അയാളോട് പിന്നെ അമ്മ തിരിച്ചൊന്നും പറയാൻ നമുക്ക് അയാൾ നിൽക്കൂല. അയാൾ പ്രകൃതി വേറെ, തനി ക്യാരക്ടർ അയാളുടെ. ഇത്രയാണ് നമുക്ക് അയാളെ കുറിച്ച് അറിയുള്ളൂ, അല്ല വേറെ ഒന്നും അറിയില്ല.
ചെന്താമര അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്ന് മണികണ്ഠൻ ചേട്ടൻ ആരെങ്കിലും അറിയിച്ചിരുന്നോ? ഏയ് ഞാനൊന്നും അറിയില്ല. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അയാളെ കുറിച്ച്. മണികണ്ഠനും അടക്കമുള്ളവരെല്ലാം എല്ലാവർക്കും അറിയാം ഇയാളുടെ കാര്യങ്ങളൊക്കെ. എനിക്ക് മാത്രമല്ല ഇവിടെ ഉള്ളവരെല്ലാം കൊണ്ടൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. തുറന്നു പറയുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇക്കാര്യങ്ങളെല്ലാം പോലീസ് ചോദിച്ചോ? ഓ എല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് സാർ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞാൽ അല്ല അതറിയാൻ വേണ്ടി വന്നാണ് പറഞ്ഞു. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ശരി അപ്പോൾ എൻ്റെ ഫോണൊക്കെ അവരെടുത്ത് നോക്കി കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ വിളി മാത്രമേ ഉള്ളൂ, വേറെ ഞങ്ങൾ മെസ്സേജ് വെച്ചതിന് പരിപാടിയൊന്നുമില്ല പറഞ്ഞു. കുഴപ്പമില്ല. ഈ ചെന്താമര അന്ധവിശ്വാസിയെ പല കാര്യങ്ങളിലും അന്ധമായി വിശ്വാസം ഉണ്ടായിരുന്ന ഒരാളാണെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ തൻ്റെ വളർച്ച തടയുന്നത് കൊണ്ട് അവരെ കൊലപ്പെടുത്തുന്നതാണ് പറഞ്ഞല്ലേ? അയാളുടെ വളർച്ച തടഞ്ഞ ആൾക്കാരെ ഞാൻ തട്ടും എന്നാണ് പുള്ളി പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഈ തിരുവമ്പാടി പോലീസിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഈ സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് എവിടെയെങ്കിലും പോകുമായിരുന്നോ? അതല്ല ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്കൊപ്പം മാത്രമായിരുന്നു സംസാരിച്ചിരുന്നത്? അദ്ദേഹം മറ്റാരുമായിട്ട് ടെലിഫോണിലോ മറ്റോ ബന്ധപ്പെടുകയോ അല്ല അങ്ങനെ ആശയവിനിമയം നടത്തുന്ന ആളോ മറ്റോ ആയിരുന്നോ? അങ്ങനെ എന്തെങ്കിലും അടുപ്പമുള്ള കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ചോദിക്കാം, അതുകൂടി ചോദിക്കാം. പ്രതീക്ഷ നമ്മളത് ചോദിച്ചത് തന്നെയാണ്. അതായത് ചെന്താമര വളരെ വ്യത്യസ്തനായ ഒരു സ്വഭാവക്കാരനായിരുന്നു. ഒരുപാട് ജോലിക്കാരുള്ള ക്വാറിയാണ്, സുരക്ഷാ ജീവനക്കാരായി തന്നെ കൂടുതൽ ആളുകൾ ഉള്ള സ്ഥലം കൂടിയാണ്. പക്ഷേ അവരുമായിട്ടൊന്നും അത്ര അടുപ്പം പുലർത്തിയിരുന്നില്ല, വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളായിരുന്നു എന്നാണ് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന മണികണ്ഠൻ പറയുന്നത്. മണികണ്ഠനോടാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. പറഞ്ഞതിൽ ഉൾപ്പെടുന്നതാണ് രണ്ടുപേരെ കൊലപ്പെടുത്തും എന്നത്. ആയാലും മറ്റുള്ള ആളുകളോടൊന്നും ഈ വിധത്തിൽ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നില്ല എന്നാണ് ഇവിടെയുള്ള കൂടുതൽ ആളുകളോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യത്യസ്തനായ സ്വഭാവക്കാരൻ, വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന പ്രകൃതക്കാരനൊക്കെയായിരുന്നു ചെന്താമര. പക്ഷേ രണ്ടുപേരെ കൊലപ്പെടുത്തും, തൻ്റെ വളർച്ചയ്ക്ക് ദോഷമായി നിൽക്കുന്ന രണ്ടുപേരെ കൊലപ്പെടുത്തും എന്നൊരു വിവരം ഒരുമിച്ച് ജോലി ചെയ്ത ഈ മണികണ്ഠൻ, നമ്മൾ സംസാരിച്ച മണികണ്ഠൻ ചേട്ടനോട് പറഞ്ഞിരുന്നു എന്നത് തന്നെയാണ്. എന്തായാലും അയാൾ ചെന്താമര മണികണ്ഠൻ ഒരു മൊബൈൽ ഫോൺ നൽകിയിരുന്നു, അത് ഓൺ ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും മേഖലയിൽ പോലീസിൻ്റെ പരിശോധന തുടരുകയാണ്. ഇവിടെ ഈ ക്വാറിയിൽ മാത്രമല്ല